പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീം എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്? ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചെറിയ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്നാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ ഉടൻ നൽകേണ്ട തുക എത്രയാണ്? ഓപ്ഷൻ എഡിറ്റിംഗ് ഇപ്പോൾ സാധ്യമാണോ? അതെങ്ങനെയാണ് എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ വഴി വിശദീകരിക്കപ്പെടുന്നതാണ്. ഇന്നലെ വൈകിട്ട് വരെ 4/8/2024 വൈകിട്ട് വരെ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ പരിഗണിച്ചാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇന്ന് രാവിലെ 11 മണി വരെയാണ് ഓപ്ഷൻ നൽകാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഇന്നുകൂടി ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് നഷ്ടപ്പെടാനോ അവരുടെ ഉയർന്ന ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് മാറാനോ ഉള്ള ചെറിയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ തന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിലവിൽ അറിയാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിട്ടില്ല. ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫാർമസി, ബി.ഫാം എന്നത് നൽകിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നതിലാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു PDF ഫയൽ വരുന്നതാണ്. ആ ഒരു PDF ഫയലിൽ നിന്ന് ഈ കാണുന്ന എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അടങ്ങുന്ന ഈ ഒരു PDF ഫയലിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്, അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി സെർച്ച് ചെയ്താൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക 8/8/2024 ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫീ പേയ്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഓപ്ഷണൽ എഡിറ്റിംഗ് ഇപ്പോൾ വരുത്താവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീട് വരുന്ന സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഗവൺമെൻറ് കോളേജിലാണ് ലഭിച്ചത് എങ്കിൽ 9,000 രൂപയാണ് ആകെ ഫീസ് വരുന്നത്. അതിൽ 2,000 രൂപ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നൽകിയതാണ്. ബാക്കിയുള്ള തുക നിങ്ങൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നതാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 10,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടി വരിക. അതിൽ 2,000 രൂപ നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയതാണ്. ഇനി ഓപ്ഷനിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനോ ഉള്ളവർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ആക്സസ് കോഡും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ ലിസ്റ്റ് വലതുവശത്ത് കാണിക്കുന്നതാണ്. വലതുവശത്ത് റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ. 10 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഇടതുവശത്ത് വിദ്യാർത്ഥിക്ക് ഇനി താല്പര്യമുണ്ട് എങ്കിൽ സെലക്ട് ചെയ്ത് നൽകാവുന്ന ബാക്കിയുള്ള ഓപ്ഷനുകളാണ്. ഇവിടെ ഗ്രീൻ കളറിൽ നൽകിയിരിക്കുന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ വലതുവശത്തേക്ക് ആഡ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനം മാറ്റാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മാറ്റങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഓപ്ഷനുകൾ നിലനിർത്തുന്നതായിരിക്കും ഉചിതം. ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ അഡ്മിഷനുമായെല്ലാം ബന്ധപ്പെട്ട പ്രധാന അപ്ഡേഷൻസ് എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.